CPIന്റെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ച ED ആസ്ഥാനത്തേക്കുള്ള മാർച്ച് കൂടി നടക്കാൻ പോവുകയാണ്. 2:30 ED ആസ്ഥാനത്തേക്ക് CPIന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ മാർച്ച് നടക്കും. അവരുടെ ജനറൽ സെക്രട്ടറി MA ബേബി ആയിരിക്കും അതിന് നേതൃത്വം നൽകുക. BJPയുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ പകപോക്കൽ നടപടികൾ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമാണ് ഈ റെയ്ഡ് എന്നാണ് CPIM ദേശീയ നേതൃത്വം, കേന്ദ്ര നേതൃത്വം വിശദീകരിക്കുന്നത്. രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജനറൽ സെക്രട്ടറി MA ബേബി അത് വ്യക്തമാക്കിയതാണ്. സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധങ്ങൾക്കാണ് CPIM ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് CPIM ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും പ്രവർത്തകർ തെരുവിലുണ്ട്. അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ നീക്കമാണ് എന്ന് ആരോപിക്കുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി VD സതീശിന്റെ ഡൽഹി സന്ദർശനവുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് നേതാക്കൾ ആരോപിക്കുന്നു. സോഷ്യൽ മീഡിയകളിൽ അങ്ങനെയുള്ള പോസ്റ്റുകൾ നിറയുന്നുണ്ട്. ED റെയ്ഡ് ഒരു ഭാഗത്ത് പൂർത്തിയായി വരുന്നു. കോഴിക്കോട് PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് പൂർത്തിയായി. അവിടെ നിന്ന് ED സംഘം മടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ പിണറായിൽ വീട്ടിലെ റെയ്ഡ് പൂർത്തിയാക്കി ED സംഘം പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പോലീസ് അവർക്ക് അവിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. കണ്ണൂരിൽ CPIന്റെ മുതിർന്ന നേതാക്കളെല്ലാം അവിടെ വീടിന് മുൻപിൽ ഉണ്ടായിരുന്നു. അവരിപ്പോൾ പ്രവർത്തകർക്കൊപ്പം മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധ പ്രകടനമായി ടൗണിലേക്ക് പോയിരിക്കുകയാണ്. ED സംഘം അല്പ സമയത്തിനകം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അവിടെ നടത്തിയ റെയ്ഡിൽ ഒന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം അവർ മഗസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അവിടുത്തെ CPIM നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ആ വീടിന് മുൻവശത്ത് നിന്ന് അവർ പിരിഞ്ഞു പോയത്. ഇപ്പോൾ പ്രകടനമായി ആ നേതാക്കൾ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 12 കേന്ദ്രങ്ങളിലാണ് EDയുടെ റെയ്ഡ് ഇന്ന് നടന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വാടക വീട്ടിൽ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. അവിടെയും വലിയ തോതിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇടയ്ക്ക് പ്രവർത്തകർ വീടിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. മുതിർന്ന നേതാക്കൾ ഇടപെട്ടവരെ ശാന്തരാക്കുകയായിരുന്നു. പിന്നീട് അവർ ടൗണിലേക്ക് പ്രതിഷേധ പ്രകടനമായി പോയി. പക്ഷേ അപ്പോഴും പ്രവർത്തകരിൽ ഒരു വിഭാഗം അവിടെ ബേക്കറി ജംഗ്ഷനുള്ള വീടിന് മുൻപിൽ തുടരുന്നുണ്ട്. CPIന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ ഇപ്പോഴും അവിടെ ഉണ്ട്. അദ്ദേഹം നേരത്തെ അവിടെ എത്തി പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അവിടെയുണ്ട്. കൊച്ചിയിലും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. മുൻ മന്ത്രി P രാജീവിന്റെയും M സ്വരാജിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കൊച്ചിയിലും പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. തൃശൂരിൽ K രാധാകൃഷ്ണൻ MPയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിലുമായിരുന്നു പ്രതിഷേധം. പ്രവർത്തകർ UDFന്റെ ഫ്ലക്സുകൾ അവിടെ വലിച്ചു കീറാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മുതിർന്ന നേതാക്കൾ ഇടപെട്ടവരെ ശാന്തരാക്കുകയായിരുന്നു. ഇങ്ങനെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ആലസ്യത്തിലാണ്ടുപോയ, നിരാശയിലാണ്ടുപോയ CPIമിലെ പ്രവർത്തകർ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതാണ് നമ്മൾ ഈ റെയ്ഡിന് തൊട്ടു പിന്നാലെ കണ്ടത്. സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുന്നു. EDയുടെ റെയ്ഡും ഒരു ഭാഗത്ത് തുടരുകയാണ്. ഗോപി. ഡോക്ടർ ഉന്മേഷ്, വളരെ ശക്തമായ മുദ്രാവാക്യം വിളികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാനറുകളിൽ അതിശക്തമായ വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ മോഡി, മേനോൻ, VD, ED എന്ന വേട്ട അത് CPIമിനോട് വേണ്ട എന്നാണ് ഇപ്പോൾ കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ആ പ്രക്ഷോഭ പരിപാടികളിൽ മുന്നിൽ പതിച്ചിരിക്കുന്ന ബാനർ. ഇതിലും വലിയ വേട്ടയാടലുകൾ കണ്ടതാണ് എന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഫ്ലക്സ് ബോർഡിൽ കാണാനുള്ളത്. പോടാപ്പുല്ലെ ED എന്ന DYFIയുടെ പ്രതിഷേധ ബാനർ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഉന്മേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണത്തിലിരിക്കുമ്പോൾ ആണ്ടുപോയ അല്ലെങ്കിൽ ആലസ്യത്തിലായി പോയിരുന്ന ആ സമരവീര്യത്തെ വീണ്ടെടുത്തിരിക്കുന്നു CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. തെരുവിൽ CPIമിന്റെ പ്രതിഷേധ കരുത്തെന്താണ് എന്നത് കേരളം ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതാണ്. അതിൽ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുമ്പോഴും സമരവും ഭരണവും ഒന്നിച്ചു കൊണ്ടുപോവുക എന്ന തത്വത്തിൽ ആണ് പാർട്ടി നീങ്ങിയിരുന്നത്. അത് ഇപ്പോൾ പ്രതിപക്ഷത്താകുമ്പോൾ ഒന്നുകൂടി മറ്റൊരു കനലായി അത് മാറുന്നു. അതിന് വഴിവെച്ചതാകട്ടെ, അതിന് ഇന്ധനമായി മാറിയതാകട്ടെ പിണറായി വിജയന്റെ വസതികളിൽ നടക്കുന്ന ED റെയ്ഡുകൾ. ഏതായാലും എക്സാലോജിക് CMRL അനധികൃത പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനെതിരായ ഒരു ഹർജി ഹൈക്കോടതിയിൽ പോയിരുന്നു. ആ ഹർജി ഇന്നലെ ഹൈക്കോടതി തള്ളിയിരുന്നു. EDയുടെ അന്വേഷണ നടപടികൾ, സമൻസ് ഇതൊക്കെ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.